ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ യാത്രക്കുടവിൽ ഹോങ്കോങ്ങിലേക്ക് വന്നെത്തി. ഹോങ്കോങ്ങിലെ വിസ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അവരെ സൈറ്റിൽ പോയിട്ട് PAR ഹോങ്കോങ് എന്നുള്ള ഒരു ഇതടിക്കണം. പ്രീ അറൈവൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫോം ഫില്ലാക്കേണ്ടതാണ്. അതിൽ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫോം വരും. അത് നമ്മളെ പാസ്പോർട്ട് നോക്കിയിട്ട് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടിൻ്റെ സാധനം വരും. അതിന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് തന്നെ കയ്യിൽ വെക്കണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഹോങ്കോങ് എമിഗ്രേഷൻ ഇന്ത്യക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്കാരെ കുറേ ഇന്ത്യക്കാരെ ഡീപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. എനിക്കറിയുന്ന തന്നെ കുറേ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തതിന്. പക്ഷെ നമുക്ക് പിന്നെ ജപ്പാൻ്റെ കാർഡ് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന തായ് ബാത്ത് ചേഞ്ച് ആക്കി ഹോങ്കോങ് ഡോളറിലേക്ക്. ഹോങ്കോങ് വളരെ എക്സ്പെൻസീവായ ഒരു കൺട്രിയാണ് കേട്ടോ. അവിടെ പുറത്തുതന്നെ മണി എക്സ്ചേഞ്ചിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവർ പറഞ്ഞ് മെഷീനിൽ ചേഞ്ച് ആക്കണമെന്ന്. അങ്ങനെ പുറത്തുണ്ടായ മെഷീനിൽ ചേഞ്ച് ആക്കി തന്നു. ഇവിടെ ഞങ്ങൾ രാത്രി 1 മണിക്കാണ് എത്തിയത്. രാത്രി 1 മണിക്ക് ഇവരുടെ ട്രെയിനൊന്നുമില്ല. ബസ്സും ടാക്സിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് യാത്ര ചെയ്യാൻ സുഖം ട്രെയിനിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് ട്രെയിൻ സ്റ്റാർട്ടാകുന്നവരെ നമ്മൾ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് ഒരു 6 മണിയാകുമ്പം നമ്മൾ സ്റ്റേഷനിലേക്ക് പോയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അടുത്തുള്ളൊരു സ്റ്റേഷനിലേക്കാണ് എടുത്തത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 11 മണിക്ക് അടുത്ത ഫ്ലൈറ്റാണ്. അപ്പോൾ റിട്ടേൺ വരേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. നല്ല ട്രെയിൻ കേട്ടോ. നല്ല ട്രെയിൻ പറഞ്ഞാൽ നല്ല വൃത്തിയില്ല, നല്ല ഹൈജീനില്ല ട്രെയിൻ.